ആ മോളെ മോളെ എന്തു പറ്റി? എന്തിനാ കരയുന്നേ? എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല മമ്മി. എങ്ങോട്ട് നോക്കിയാലും അവിടെയൊക്കെ പാമ്പിന്റെ ചീറ്റലും രൂപവും. മോളെ ഞാൻ സുമിത്രയെ വിളിച്ചിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു. അവരാരും പാമ്പിനെ കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് നിന്റെ തോന്നല് തന്നെ ആയിരിക്കില്ലേ? നോ മമ്മി, അവരാരൊക്കെ നിഷേധിച്ചാലും ഈ വീട്ടില് ആ നാഗശാപം ഉണ്ടെന്നുള്ളത് സത്യമാണ്. എനിക്ക് നവീന്റെ കൂടെ ആ മുറിയിലൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാനിപ്പോ വേറെ മുറിയില്ല. എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? ഉള്ളിലൊരു പേടി തോന്നിയാലും അത് നവീന്റെ കൂടെ ഇരുന്നല്ലേ നീ പരിഹരിക്കേണ്ടത്? നോ നോ മമ്മി, നവീൻ തൊട്ടരികത്ത് നിൽക്കുമ്പോ എന്റെ ഉള്ളിൽ വിറയ്ക്കാം. Now I feel alone. ആരും ഇല്ലാത്തതുപോലെ. മോളെ, മമ്മിക്ക് നിന്റെ കൂടെ അവിടെ വന്ന് നിൽക്കാനായിട്ട് പറ്റില്ല ഇപ്പോ. നീ അല്പമെങ്കിലും സെൽഫ് കോൺഫിഡൻസ് കാണിക്കേ. പിന്നെ ശാപത്തിനെ കുറിച്ചുള്ള പേടി മാറാൻ ഏറ്റവും നല്ലത് ഭക്തിയാ. മനസ്സറിഞ്ഞ് ഭക്തിയോടെ പ്രാർത്ഥിച്ച ഈ ഭയമൊക്കെ മനസ്സിൽ നിന്ന് ഓടി ഒളിക്കും. കൃഷ്ണ ചെയ്തത് അങ്ങനെയല്ലേ? മരണം തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ഭക്തിയല്ലേ അവളെ രക്ഷിച്ചത്. എന്ത് പറഞ്ഞാലും മമ്മി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവളുടെ പേരാ. അവളാണോ എന്റെ റോൾ മോഡൽ? അവളുടെ ഭയം അവസാനിപ്പിച്ചത് ആ ഭക്തി കൊണ്ടാണെങ്കിലേ ആ ഭക്തി എനിക്ക് വേണ്ട. ഞാൻ പറയുന്നതേ റിയാലിറ്റിയാ. അത് എന്റെ വെറും തോന്നലല്ല. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചോദിക്കുമ്പോഴേ അവൾക്കുള്ള മോറൽ സപ്പോർട്ടും കൊണ്ട് ഇറങ്ങിക്കോളും. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം ഈ വാശിയും വൈരാഗ്യമൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുന്നീയ. മമ്മി ഫോൺ വെച്ചോ. ഞാനിനി മമ്മിയെ വിളിക്കുന്നില്ല. മമ്മിയെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. മമ്മി അവളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നു. ഞാൻ ഇവിടെ എങ്ങനെയായാലും മമ്മിക്ക് എന്താ? മോളെ ഗാഥ, മോളെ എന്തൊക്കെയാ നടക്കുന്നത്?